തരത്തിലുള്ള ഗ്രന്ഥികളാണുള്ളത്. എന്തൊക്കെയാണ്? എൻഡോക്രൈനും എക്സോക്രൈനും. ഇത് രണ്ടിന്റെ സ്വഭാവം കാണിക്കുന്നത് എന്താണ്? ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. ഓക്കെ, സമ്മിശ്ര ഗ്രന്ഥികൾ. ഓക്കെ, ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്, എൻഡോക്രൈൻ, എക്സോക്രൈൻ. എൻഡോക്രൈൻ ആക്ടിവിറ്റിയും കാണിക്കും, എക്സോക്രൈൻ ആക്ടിവിറ്റിയും കാണിക്കും. ആര്? പാൻക്രിയാസ്. അതുകൊണ്ട് എന്താണ് ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്നാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതാണ് ആര്? പാൻക്രിയാസ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആരാണ് നിയന്ത്രിക്കുന്നത്? പാൻക്രിയാസ് ആണ് നിയന്ത്രിക്കുന്നത്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് എന്ത് നിയന്ത്രിക്കുന്നത്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു പേര് കൂടി വിളിക്കും. എന്താണ് വിളിക്കുക? മധുരഗ്രന്ഥി എന്ന് വിളിക്കും. എന്താണ് വിളിക്കുക? മധുരഗ്രന്ഥി. വിളിക്കുന്ന പേരാണ് മധുരഗ്രന്ഥി. എന്താണ്? മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് എന്താണ്? പാൻക്രിയാസ് ആണ്, മധുരഗ്രന്ഥിയാണ്. ഓക്കെ, പാൻക്രിയാസ് എന്താണ്? ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതുപോലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. മധുരഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഈ പാൻക്രിയാസിൽ ഒരു ഓർഗൻ ഉണ്ട്. എന്താണ് പാൻക്രിയാസിലെ ഓർഗന്റെ പേര്? പാൻക്രിയാസിലെ ഓർഗന്റെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്താണ് പേര്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ രണ്ട് സെല്ലുകളുണ്ട്. ഒന്ന് ആൽഫാ സെല്ലാണ്, രണ്ട് ബീറ്റാ സെല്ലാണ്. ആൽഫാ സെല്ലും ബീറ്റാ സെല്ലും. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? പാൻക്രിയാസിൽ ഒരു ഓർഗൻ ഉണ്ട്. അതിന്റെ പേരെന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ്. എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ രണ്ട് സെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ആൽഫാ സെല്ലാണ്, രണ്ട് ബീറ്റാ സെല്ലാണ്. ആൽഫാ സെല്ലും ബീറ്റാ സെല്ലും. ഓക്കെ, ആൽഫാ സെൽ, ബീറ്റാ സെൽ. ഓക്കെ ആണല്ലോ? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, ആൽഫാ സെൽ, ബീറ്റാ സെൽ. ഈ ആൽഫാ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്ലൂക്കഗോൺ. എന്താണ് പേര്? ഗ്ലൂക്കഗോൺ എന്നാണ്. ഗ്ലൂക്കഗോൺ. ആൽഫാ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്? ഗ്ലൂക്കഗോൺ എന്നാണ്. അതുപോലെ ബീറ്റാ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്? ഇൻസുലിൻ എന്നാണ്. ഇങ്ങനെ തന്നെ പഠിക്കുക. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫാ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ, നമുക്ക് പറയാം. ഇനി ഇൻസുലിനെ കുറിച്ച് കുറച്ച് പറയാം. ഇൻസുലിൻ എന്താണ്? ഇൻസുലിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻസുലിൻ കണ്ടെത്തിയ വർഷം 1921 ഇൻസുലിൻ കണ്ടെത്തിയ വർഷം എന്താണ്? 1921. ഇൻസുലിൻ കണ്ടെത്തിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? രണ്ടുപേർ ചേർന്നിട്ടാണ്. ഒന്ന് ഫ്രെഡറിക് ബാൻഡിങ്. പിന്നെ ആരാണ്? ചാൾസ് ബെസ്റ്റ്. ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നിട്ടാണ് എന്ത് കണ്ടെത്തുന്നത്? ഇൻസുലിൻ കണ്ടെത്തുന്നത്. ഇൻസുലിൻ 1921 കണ്ടെത്തി. ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നിട്ടാണ് കണ്ടെത്തുന്നത്. ഓക്കെ, അടുത്തത് ഇൻസുലിൻ പ്രവർത്തിക്കാൻ ആവശ്യമായ ലോഹത്തിന്റെ പേരാണ് സിങ്ക്. ഇൻസുലിൻ പ്രവർത്തിക്കാൻ ആവശ്യമായ ലോഹത്തിന്റെ പേരെന്താണ്? സിങ്ക് എന്നാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇൻസുലിൻ എന്താണ്? ഇൻസുലിൻ ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഓക്കെ, ഇൻസുലിൻ കണ്ടെത്തുന്നത് 1921. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കണ്ടെത്തിയത് ആരൊക്കെ ചേർന്നിട്ടാണ്? ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നിട്ടാണ് ഇൻസുലിൻ കണ്ടെത്തുന്നത്. ഇൻസുലിൻ പ്രവർത്തിക്കാൻ ആവശ്യമായ ലോഹത്തിന്റെ പേരാണ് സിങ്ക്. ഓക്കെ, സിങ്ക്. അപ്പൊ ഇൻസുലിന്റെ അഭാവത്തിൽ വരുന്ന രോഗമുണ്ട്. എന്താണ് രോഗം? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. എന്താണ് രോഗം? ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, പ്രമേഹമാണ്. ഓക്കെ, ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്കറിയാം. ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്താണ്? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ അത് കുറയ്ക്കുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ്. അതുകൊണ്ട് എന്താണ്? ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണാണ്. എന്താണ്? ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണാണ്. എത്രയാണ് രക്തത്തിലെ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? എത്രയാണ് ഗ്ലൂക്കോസ് ലെവൽ? രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്രയാണ്? 70 മുതൽ 110 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഓക്കെ,
ഇതിൽ കൂടുമ്പോൾ 110 കൂടുമ്പോൾ അത് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. എങ്ങനെയാണ് കുറയ്ക്കുക? ഈ രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. ഗ്ലൈക്കോജൻ എന്താണ്? ഗ്ലൂക്കോസിന്റെ സ്റ്റോറേജ് ഫോം ആണ്, സംഭരണ രൂപമാണ്. അപ്പൊ ഈ ഗ്ലൈക്കോജനെ എവിടെ സ്റ്റോർ ചെയ്യും? ലിവറിൽ സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ എവിടെ സ്റ്റോർ ചെയ്യും? മസിലിൽ സ്റ്റോർ ചെയ്യും. ലിവറിലോ അല്ലെങ്കിൽ കരളിലോ പേശികളിലോ എന്തിനെ സ്റ്റോർ ചെയ്യും? ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, അതിനുശേഷം അപ്പൊ എന്താവും? നോർമൽ ലെവൽ ആവും. 70 to 110 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആവും. അപ്പോ ഇത്രയാണ് ഇൻസുലിൻ ഉള്ളത്. ഇൻസുലിൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രക്തത്തിലെ ഗ്ലൂക്കോസിനെ കുറയ്ക്കും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കും. കൂടുന്ന സമയത്ത് കുറയ്ക്കും. എന്താണ്? ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ് ഇൻസുലിൻ. ഇൻസുലിൻ കണ്ടെത്തിയത് 1921 ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നിട്ടാണ്. ഇൻസുലിൻ പ്രവർത്തിക്കാൻ ആവശ്യമായ ലോഹത്തിന്റെ പേരാണ് സിങ്ക്. ഇൻസുലിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, വേൾഡ് ഡയബറ്റിക് ഡേ ആണ് നവംബർ 14. നവംബർ 14 വേൾഡ് ഡയബറ്റിക് ഡേ. ഓക്കെ, ഇത്രയാണ് ഇൻസുലിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ ഗ്ലൂക്കഗോൺ എന്താണ്? ഗ്ലൂക്കഗോൺ ഇൻസുലിൻ എന്താണോ ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. എന്താണ് ചെയ്യുക? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുക മാത്രമല്ല കുറയും. ഈ 70 കുറയും. ആ സമയത്ത് ഗ്ലൂക്കഗോൺ ആക്ട് ചെയ്യും. എന്താണ് ചെയ്യുന്നത്? ഈ ലിവറിലോ മസിലിലോ സംഭരിച്ചിട്ടുള്ള ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റി രക്തത്തിൽ കലർത്തും. അതാണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. എന്നിട്ട് നോർമൽ ലെവലിലേക്ക് എന്തെത്തിക്കും? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്തിക്കും. അപ്പൊ ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ. ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ. ഇത് ഹൈപ്പോഗ്ലൈസീമിക് ആണെങ്കിൽ ഇത് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡയബറ്റിസ് മെലിറ്റസ് ആണ് ഇൻസുലിന്റെ അഭാവത്തിൽ ഉണ്ടാവുന്ന രോഗം. ഓക്കെ, ക്ലിയർ? ഇതാണ് പാൻക്രിയാസുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഒരിക്കൽ കൂടി പറയാം. പാൻക്രിയാസ് എന്താണ്? ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ ആക്ടിവിറ്റിയും ഉണ്ട്, എക്സോക്രൈൻ ആക്ടിവിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാൻക്രിയാസ് ഉള്ളത്. പിന്നെന്താണ് പറഞ്ഞത്? മധുരഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? മധുരഗ്രന്ഥി, സ്വീറ്റ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. പാൻക്രിയാസിലെ ഒരു ഓർഗൻ ഉണ്ട്. എന്താണ് പേര്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫാ സെൽ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കും, ബീറ്റാ സെൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ഇവർ രണ്ടുപേരും എന്താണ് ചെയ്യുന്നത്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. കുറയുന്ന സമയത്ത് കൂട്ടുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. കുറയുന്ന സമയത്ത് കൂട്ടുന്നതാണ് കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കഗോണും കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിനുമാണ്. എന്ത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻസുലിനെ കുറിച്ച് PSC ധാരാളം ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. 1921 കണ്ടെത്തിയത്. ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നിട്ടാണ് കണ്ടെത്തുന്നത്. സിങ്ക് ഉണ്ടെങ്കിൽ ഇതിന് പ്രവർത്തിക്കാൻ പറ്റൂ. പിന്നെന്താണ് പറഞ്ഞത്? ഡയബറ്റിസ് മെലിറ്റസ് ആണ് ഇതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. ഡയബറ്റിക് ഡേ ആണ് നവംബർ 14 എന്ന് പറഞ്ഞു. ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണും ഗ്ലൂക്കഗോൺ എന്താണ്? ഹൈപ്പർ ഗ്ലൈസീമിക്കുമാണ്. എന്താണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന സമയത്ത് കൂട്ടുന്ന ഹോർമോൺ ആണ്. എത്രയാണ് നോർമൽ ലെവൽ? ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചു നോക്കണം. എന്താണ്? 70 to 110 mg/dl ആണ്. 70 to 110 mg/dl ആണ്. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതാം അവിടെ. BP എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. എത്രയാണ്? 120 80 mmHg. ഓക്കെ, ഷുഗർ എത്രയാണ്? 70 to 110 mg/dl. ഓക്കെ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ എത്രയാണ്? അപ് ടു 200 mg/dl ആണ്. 200 mg/dl ആണ് കൊളസ്ട്രോൾ എത്രയാണ്? 200 mg/dl. ഇത് പ്രധാനപ്പെട്ടതാണ്. നോർമൽ വാല്യൂസ് ആണ്. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, ഇത്രയാണ് പാൻക്രിയാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ.